സഹോദരരെ, യേശുവിൻ്റെ അവസാന മൊഴിയെക്കുറിച്ച് ധ്യാനിക്കുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. യേശു കുരിശിൽ തൂങ്ങി മരിക്കാൻ സമയത്ത് ഇപ്രകാരം പറഞ്ഞു: എല്ലാം പൂർത്തിയായിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇത്ര ആത്മനിർവൃതിയോടെ, ആത്മസംതൃപ്തിയോടെ തൻ്റെ അവസാന മൊഴി യേശുവിന് പറയാൻ കഴിഞ്ഞത് എത്രയോ ഭാഗ്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ രത്നച്ചുരുക്കമാണ് ഒരാളുടെ അവസാന മൊഴി. യേശു ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാം നിറവേറിയിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു, പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് നയനം അടച്ചത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പീഠാസഹനങ്ങൾ, യേശുവിൻ്റെ കുരിശ് മരണം നാം ധ്യാനിക്കുമ്പോൾ ഇത് ചിന്തനീയമാണ്. എന്തിനാണ് യേശു ഈ ലോകത്ത് ആഗതനായത്? യേശു ഈ ലോകത്ത് വന്നത് തന്നെ ദൈവ പദ്ധതിയായ മാനവരാശിയുടെ രക്ഷയ്ക്കാണ്. ഈ ദൈവിക പദ്ധതി പൂർത്തീകരിക്കുവാൻ ദൈവം തൻ്റെ തിരുക്കുമാരനെ പീഠാസഹനങ്ങളിലൂടെയും കുരിശ് മരണത്തിലൂടെയും കടത്തി വിടുകയായിരുന്നു. യേശു യഥാർത്ഥത്തിൽ ഒരു പ്രതികാരപാത്രം മാത്രമായിരുന്നില്ല. യേശു സ്വമനസ്സ, സ്വന്തം ഇഷ്ടപ്രകാരം ഈ കുരിശ് മരണത്തിന് വിധേയനാവുകയായിരുന്നു. അങ്ങനെ ദൈവം ഭരമേൽപ്പിച്ച മാനവരാശിയുടെ രക്ഷ പൂർത്തീകരിച്ചുകൊണ്ട് സഹനങ്ങളിലൂടെ, പീഡകളിലൂടെ, കുരിശിൽ തൂങ്ങി മരിച്ചുകൊണ്ട് അവസാനം മിഴിയടയ്ക്കുമ്പോൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു, നിറവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മസംതൃപ്തിയോടെ മിഴികളടയ്ക്കുന്ന ആ നിമിഷം നാം ഇന്ന് ധ്യാനിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും മരണത്തെ മുഖാമുഖം കാണുന്ന അവസരങ്ങളുണ്ടാകാം. പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയായിരിക്കും. വേണ്ടത്ര സമയത്ത് സ്നേഹം നൽകേണ്ടവർക്ക് നൽകാത്തതിൻ്റെ വ്യഥയായിരിക്കും. നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ, കടമകൾ നിർവഹിച്ചില്ലല്ലോ എന്ന നിരാശയായിരിക്കും പലപ്പോഴും പലരുടെയും അധരങ്ങളിൽ നിന്ന് ഉയരുക. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഈ അവസാന മൊഴിയോട് ചേർത്ത് നമുക്കും നമ്മുടെ ജീവിതയാത്രയുടെ അന്ത്യത്തിൽ പറയാൻ കഴിയണം: എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന്. അതിന് സാധിക്കണമെങ്കിൽ എൻ്റെ പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള, ഭരമേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ, അത് ആത്മീയ നേതൃത്വമായിക്കോട്ടെ, രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലുള്ള നമ്മുടെ നേതൃത്വമാകട്ടെ, നമുക്ക് ലഭിച്ചിട്ടുള്ള ജോലിയാകട്ടെ, എന്തിനേറെ നമ്മുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളാകട്ടെ, ഒരപ്പൻ്റെ കടമ, അമ്മയുടെ കടമ, ഒരു മകൻ്റെ അഥവാ മകളുടെ കടമ നിർവഹിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നാം ഏറ്റെടുക്കുന്ന സഹനങ്ങളുണ്ട്, നാം ഏറ്റെടുക്കുന്ന പീഡകളുണ്ട്, നാം ഏറ്റെടുക്കുന്ന കുരിശുകളുണ്ട്. ഇവയിലൂടെ യഥാർത്ഥത്തിൽ
മറ്റുള്ളവർക്ക് നന്മയും രക്ഷയുമാകുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്കും യേശുവിൻ്റെ അവസാന മൊഴിയോട് ചേർത്ത് പറയാൻ കഴിയുന്നത് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന്. അതെ, ഇന്ന് കൊറോണ വൈറസ് COVID-19 പിടിയിലാണ് ലോകം. ഒട്ടനവധി മനുഷ്യര് രോഗം ബാധിച്ചവരെയും രോഗബാധിതരായി സംശയിക്കുന്നവരെയും ഒക്കെ ശുശ്രൂഷിക്കുന്ന രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവര് സ്വന്തം ജീവിതം അപകടത്തിലാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവരും യേശുവിൻ്റെ ഈ കുരിശിൻ്റെ അർത്ഥം തങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും ഈ സന്ദേശം ഉൾക്കൊള്ളാം. ദൈവം നമുക്കോരോരുത്തർക്കും ഫലമേൽപ്പിച്ചിട്ടുള്ള കർമ്മങ്ങൾ ദൈവ പദ്ധതി പ്രകാരം സഹനങ്ങളും പീഡകളും ഒക്കെ ഏറ്റെടുത്ത് കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് അത് പൂർത്തീകരിക്കുവാൻ വേണ്ട ശക്തിക്കായി കുരിശിൽ തൂങ്ങി മരിച്ച ആ രക്ഷകനായ ക്രിസ്തുവിൻ്റെ ആ ശക്തിക്കായി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.